ഇറാന്റെ കയ്യിൽ രാസായുധമുണ്ടെന്ന് ട്രംപ്. പുതിയ ഭീഷണി രാസായുധത്തിന്റെ പേരിലാണ്. പഴയ രാസായുധമാണ് ഇറാഖിനെ ഒന്നുമല്ലാതാക്കിയതും സദ്ദാമിനെ ഇല്ലായ്മ ചെയ്തതും. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളിൽ സാധാരണ സ്ഫോടക വസ്തുക്കൾക്ക് പകരം രാസായുധങ്ങൾ ഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതായി അമേരിക്കയും ഇസ്രായേലും ഭയക്കുന്നു. ദീർഘദൂര മിസൈലുകളായ ഷഹാബ് 3 പോലെയുള്ളവയിൽ വിഷവാതകങ്ങൾ നിറച്ച വാർഹെഡുകൾ ഉപയോഗിക്കാൻ അവർക്ക് സാങ്കേതികമായി സാധിക്കുമെന്ന് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. 2025 ജൂണിൽ നടന്ന യുദ്ധത്തിൽ ഇറാന്റെ ചില ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടെങ്കിലും അവരുടെ രാസായുധ ഉൽപാദനശാലകൾ സുരക്ഷിതമാണെന്ന് അവർ വിശ്വസിക്കപ്പെടുന്നു. ഇസ്ഫഹാനിലെ കെമിക്കൽ ലബോറട്ടറികൾ പോലുള്ള കേന്ദ്രങ്ങളിൽ ഇതിനായുള്ള ഗവേഷണം തുടരുന്നതായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കരുതുന്നുണ്ട്. ഇറാന് ഏകദേശം 2000 മുതൽ 5000 ടൺ വരെ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്ന് കരുതുന്നു. മാരകമായ മസ്റ്റാർഡ് ഗ്യാസ്, രക്തത്തെ ബാധിക്കുന്ന സയനൈഡ് അധിഷ്ഠിത വാതകങ്ങൾ, നാഡീവ്യൂഹത്തെ തകർക്കുന്ന ഏജന്റുകൾ എന്നിവ ഇറാന്റെ ശേഖരത്തിലുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു. ഏതാണ്ട് 100-ലധികം മിസൈലുകളിൽ രാസ വാർഹെഡുകൾ ഘടിപ്പിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ, ഇറാന്റെ കൈവശമുണ്ടെന്ന് പറയുന്ന രാസായുധം അമേരിക്കൻ സൈനികർ ഭയപ്പെടുന്നുണ്ടാവാം. മെല്ലെപ്പോക്ക് അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇറാഖിനെ പോലെ ഒരു രാസായുധത്തിന്റെ പേരിൽ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയാവാം. എന്തായാലും ഒന്നും അമേരിക്കയ്ക്ക് അത്ര എളുപ്പമാകില്ല.